ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് തട്ടിപ്പിൽ ആകെ ശേഖരിച്ചത് 2300 കോടി രൂപ. വ്യക്തമായ ഉടമ്പടിയില്ലാതെയാണ് നിക്ഷേപം സ്വീകരിച്ചത്. 16,300 പേരിൽ നിന്ന് 10,000 രൂപ വീതം കമ്പനി നിക്ഷേപം സ്വീകരിച്ചുവെന്നും ഇ.ഡി. കണ്ടെത്തിയിട്ടുണ്ട്. എം മനോജുണ്ട് വിശദാംശങ്ങളുമായി. മനോജ്, വലിയ സാമ്പത്തിക തട്ടിപ്പ് തന്നെയാണ് ഹൈറിച്ചിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് തന്നെയാണ് ഇ.ഡി. പുറത്തുവിട്ട വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോടിക്കണക്കിന് രൂപയാണ് ഇത്തരത്തിൽ നിക്ഷേപമായി സ്വീകരിച്ച് വെട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ഈ പ്രതികൾ ഒളിവിലാണ് എന്നാണോ ഇപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്നത്? തീർച്ചയായും വിഷ്ണു, വലിയ തരത്തിലുള്ള ഒരു തട്ടിപ്പ് തന്നെയാണ് ഹൈറിച്ച് ഉടമകൾ നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം രാവിലെയോടെയാണ് ഇ.ഡി. സംഘം ഈ പ്രതാപന്റെ വീട്ടിലെത്തിയത്. അതായത് ഹൈറിച്ചിന്റെ ഉടമയായിട്ടുള്ള പ്രതാപൻ നേരത്തെ തന്നെ നികുതി കേസിലും പെട്ട് അറസ്റ്റിലായിരുന്നു. ഈ ഹൈറിച്ചിന്റെ ഉടമകളുടെ വീട്ടിലേക്ക് ഇ.ഡി. എത്തിയ വിവരം അറിഞ്ഞപ്പോൾ തന്നെ ഇവർ അവിടെ നിന്നും സ്ഥലം വിടുകയായിരുന്നു. അതിനുശേഷമാണ് ഇ.ഡി. സംഘം പരിശോധന ഏകദേശം 10 മണിക്കൂറിലധികം നീണ്ടുനിന്നു. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട രേഖകളും ഇ.ഡി. സംഘത്തിന് കിട്ടിയിട്ടുണ്ട്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ഉയർന്നിരുന്നു. വടകര സ്വദേശി നൽകിയ പരാതിയിൽ ഈ കോഴിക്കോട് സെഷൻസ് കോടതി ചേർപ്പ് പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. ആ റിപ്പോർട്ടിലും കൃത്യമായി തന്നെ ഇവരുടെ തട്ടിപ്പുകളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ ലഭിക്കുന്ന വിവരം 2300 കോടി രൂപയാണ് ഇവർ ശേഖരിച്ചതെന്നാണ്. അതായത് നിരവധി പേരിൽ നിന്നും ഈ പല തവണയായി ഇവർ പണം ശേഖരിച്ചിരുന്നു. അതോടൊപ്പം തന്നെ 100 കോടിയിലധികം രൂപ വിദേശത്തേക്ക് കടത്തിയതായി, അതായത് ഹവാല പണം കടത്തിയതായും വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലായിരുന്നു ഇ.ഡിയുടെ പരിശോധന. സമീപവാസികളാണ് ഇ.ഡിക്ക് ഈ പ്രതാപന്റെ വീട്ടിലേക്ക് പരിശോധനയ്ക്ക് വരാൻ വേണ്ട വിവരം നൽകിയിട്ടുള്ളത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ പ്രതാപനും ശ്രീനയും ഒക്കെ ഒളിവിൽ തന്നെയാണ്. ഹൈറിച്ചിലൂടെ നിരവധി പേരെയാണ് ഇവർ കബളിപ്പിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഈ സ്വന്തം പേരിലല്ലാതെ അച്ഛന്റെ പേരിൽ വാടകയ്ക്ക് വീടെടുക്കുക അവിടെ താമസിക്കുകയും ചെയ്യുന്നു. കാരണം അന്വേഷണ സംഘത്തെയൊക്കെ കബളിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ വീട് മറ്റൊരാളുടെ പേരിലും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നികുതി വെട്ടിയ കേസിലും GST വിഭാഗം ഇയാൾ കണ്ടെത്തിയിരുന്നു. അതിലും ഈ പ്രതാപൻ അറസ്റ്റിലായിരുന്നു. അതോടൊപ്പം തന്നെ വിദേശത്തടക്കം ഈ പണം കടത്തിയതും അതോടൊപ്പം മറ്റ് സംസ്ഥാനങ്ങളിലും ഈ തട്ടിപ്പ് നടത്തിയതായിട്ടും വിവരമുണ്ട്. എന്തായാലും 2300 കോടി എന്ന് പറയുമ്പോൾ വലിയ ഒരു തുക തന്നെയാണ്. അത്രയധികം രൂപയാണ് ഈ പിരിച്ചെടുത്തിരിക്കുന്നത്. പലതരത്തിൽ, അതായത് പലചരക്ക് ഉൽപ്പന്നങ്ങളുടെ മറവിലാണ് ഇത്തരത്തിൽ ഓൺലൈൻ ഷോപ്പിംഗിലൂടെയൊക്കെ പലതരത്തിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. ഇവരുടെ തന്നെ മറ്റ് തട്ടിപ്പുകളും ഇ.ഡി. അന്വേഷിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം സായുധ സേന അടക്കം വന്നു നിന്നാണ് ഈ പരിശോധന പൂർത്തിയാക്കിയിട്ടുള്ളത്. പ്രതാപനെ സംബന്ധിച്ചിടത്തോളം ഈ ഹൈറിച്ചിന്റെ ഉടമയും അതുപോലെ തന്നെ ശ്രീന ഭാര്യയുമാണ്. ഈ തട്ടിപ്പ് നടക്കുമ്പോഴും ഇതുമൊക്കെ പറഞ്ഞു വിശ്വസിപ്പിക്കാനും ഇവർ വലിയ രീതിയിൽ ശ്രമിച്ചിരുന്നു. കാരണം മറ്റ് ഉപഭോക്താക്കളെയൊക്കെ ഇവരൊക്കെ പണം ശേഖരിച്ചവരെ പറഞ്ഞു വിശ്വസിപ്പിക്കാനും ഈ വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴിയും അതുപോലെ അല്ലാതെയും ഒക്കെ പറഞ്ഞു വിശ്വസിപ്പിച്ചിരുന്നു. ഇ.ഡിയുടെ പരിശോധന നടന്ന സമയത്ത് പോലും ഈ ഉടമകളൊക്കെ തന്നെ വാട്സാപ്പ് വഴി ഇവരെയൊക്കെ ബന്ധപ്പെട്ടിരുന്നു. ഗ്രൂപ്പുകളിലൊക്കെ പല ഓഡിയോ സന്ദേശങ്ങളും അയച്ചിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുമ്പോൾ വലിയ തരത്തിലുള്ള തട്ടിപ്പ് നടന്നുവെന്ന് തന്നെയാണ് ഇ.ഡി. സംഘവും കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല രേഖകളും ഇ.ഡിക്ക് കിട്ടിയിട്ടുണ്ട്. 2300 കോടിയിലധികം രൂപയും ശേഖരിച്ചതായും വിവരമുണ്ട്. വിഷ്ണു, മനോജ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പ്രതികൾ ഒളിവിലാണ് എന്ന് തന്നെയാണ് ഇപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രതാപൻ ഉൾപ്പെടെയുള്ളവർ ഒളിവിലാണ്. ഇവർ ഇന്നലെ പരിശോധനയ്ക്ക് ഇ.ഡി. സംഘം എത്തുന്നതിന് തൊട്ട് മുൻപാണ് ഈ വീട്ടിൽ നിന്ന് കടന്നു കളഞ്ഞത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവരെ പിടികൂടുന്നതിന് ഉള്ള നടപടികൾ, അന്വേഷണം ഏത് ഘട്ടത്തിലാണ് ഇപ്പോൾ ഇ.ഡിയുടെ ഭാഗത്തു നിന്ന് പുരോഗമിക്കുന്നത്? കഴിഞ്ഞ ദിവസം ഇ.ഡി. സംഘം ഇവിടെ പരിശോധനയ്ക്ക് എത്തുന്നതിന് മുമ്പ്, അതായത് ആദ്യം ഓഫീസിൽ പരിശോധന നടത്തിയ സമയത്തായിരുന്നു ഇത്തരത്തിൽ വിവരം ലഭിച്ചുകൊണ്ട് കണിമംഗലത്തെ വാടക വീട്ടിൽ നിന്നും ഇരുവരും മറ്റൊരു സ്ഥലത്തേക്ക് കടന്നത്. ഇവർക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരൊക്കെ തന്നെ 16,300 പേരിൽ നിന്നും നിക്ഷേപം സ്വീകരിച്ചിട്ടുണ്ട്. അതായത് 10,000 രൂപ വെച്ചൊക്കെയുള്ള ഷെയർ വാങ്ങിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ അവരെയൊക്കെ കബളിപ്പിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് സംസ്ഥാനങ്ങളിലും പരാതി നൽകിയിട്ടുണ്ട്. അവിടെയും കേസുകളുണ്ട്. എന്തായാലും വടകര സ്വദേശി നൽകിയ പരാതിയിൽ കോഴിക്കോട് സെഷൻസ് കോടതി ആവശ്യപ്പെട്ടത് പ്രകാരം ചേർപ്പ് പോലീസ് സമർപ്പിച്ച ആ റിപ്പോർട്ടിൽ കൃത്യമായും ഈ കണക്കുകളൊക്കെ തന്നെ പറയുന്നുണ്ട്. എന്തായാലും നേരത്തെ 1630 കോടിയൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഇന്നും ഇ.ഡിയുടെ അന്വേഷണത്തിൽ വലിയൊരു തുക തന്നെയാണ് കണ്ടെത്തിയിട്ടുള്ളത്, ശേഖരിച്ചതായിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിൽ നിന്നും ഹവാല പണം കടത്തിയ, അതായത് 100 കോടിയിലധികം രൂപ കടത്തിയ കേസിലാണ് ഈ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വിഷ്ണു, യെസ്, അത് തന്നെയാണ്.
2300 കോടി രൂപയുടെ സാമ്പത്തിക തട്ടിപ്പാണ് ഹൈറിച്ച് ഉടമകൾ നടത്തിയതെന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട രേഖകളൊന്നും തന്നെ ഇല്ലാതെ നിക്ഷേപം സ്വീകരിച്ചതായും ED കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. മനോജാണ് വിശദാംശങ്ങൾ നൽകിയത്.